ലാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ഈ വോയിസ് ബോക്സിൻ്റെ ഇൻഫെക്ഷനാണ്. സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു സംഭവമാണ്. അത് പെട്ടെന്ന് കുറയാനുള്ള പോകുമ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വോയിസ് ബോക്സിൽ ഇൻഫെക്ഷൻ വരാനുള്ള കാരണം എപ്പോഴും തുടക്കം വൈറസ് ആയിരുന്നു. അത് അങ്ങനെ ആണെങ്കിൽ 3-4 ദിവസം കൊണ്ട് കുറയും. അത് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വൈറസ് കഴിഞ്ഞ ഉടനെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ 7 ദിവസത്തിൽ കൂടുതൽ അത് നിൽക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും കോമൺ കോസ് അക്യൂട്ട് സിമ്പിൾ ലാരിഞ്ചൈറ്റിസിൻ്റെ. ഇതൊരു പിക്ചറാണ് ലാരിങ്സിൻ്റെ വോയിസ് ബോക്സിൻ്റെയും അതിന് ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സിൻ്റെയും. അപ്പോൾ ഇത് നോർമൽ പിക്ചറാണ് ലാരിങ്സിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടോ മൊത്തം ചുമന്നിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ലാരിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഞാൻ അക്യൂട്ട് സിമ്പിൾ ടൈപ്പ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ പേഷ്യൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം സ്ലൈറ്റ് പനിയുണ്ടാവും, തൊണ്ടകറുപ്പുണ്ടാവും, ശബ്ദ വ്യത്യാസം, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ, അതിൻ്റെ കൂടെ ചുമയും, നേരെ സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി വെച്ച് കാണുമ്പം നേരത്തെ ഞാൻ കാണിച്ച പോലെ വോയിസ് ബോക്സ് മൊത്തം ചുമന്നിരിക്കും. ഇപ്പോൾ ഇതിന് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അഥവാ നമ്മൾ CBC അല്ലെങ്കിൽ C റിയാക്റ്റീവ് പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻറ്റ് 2 ദിവസം സംസാരിക്കാതിരിക്കുക. ആംഗ്യം കൊണ്ട് കാണിക്കാം, ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. സംസാരിക്കാതിരിക്കുക. വെള്ളം കൂടുതൽ കുടിക്കണം. പക്ഷേ ലെമൺ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ വേണ്ട. ലെമൺ ജ്യൂസ് എന്തായാലും വേണ്ട. പിന്നെ വെള്ളം കൂടുതൽ കുടിക്കണം നിർബന്ധമായിട്ട്. ആവി പിടിക്കണം. ആവിയിൽ എന്തൊക്കെ ടിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. തൊണ്ട ഗാഗിൾ ചെയ്യണം, ഉപ്പുവെള്ളം വെച്ച് ഗാഗിൾ ചെയ്യണം. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ചെയ്താൽ ധാരാളം. ഏതെങ്കിലും മൈൽഡ് പെയിൻ കില്ലർ മതി. പിന്നെ ആസിഡിറ്റി കൂടാതിരിക്കുക. ഇല്ലെങ്കിൽ പോലും അതിൻ്റെ കൂടെ ആസിഡിറ്റി കുറയാനുള്ള മരുന്ന് എടുക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ട് കുറയുന്നില്ല, കൂടിക്കൂടി വരുവാണെങ്കിൽ ചിലപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വേണ്ടി വരും. സാധാരണയായിട്ട് വേണ്ടി വരത്തില്ല. അപ്പോൾ എന്തൊക്കെ വെച്ച് ആവി പിടിക്കാന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഒന്നും ഇല്ലാതെ തന്നെ ചൂടുവെള്ളം മാത്രം ആവി പിടിക്കാം രാവിലെയും രാത്രിയും. അതല്ലെങ്കിൽ അതിനകത്ത് പെപ്പർമെൻറ്റ് ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ യൂക്കാലിപ്റ്റസ് ലീവ്സ്, അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ്, ഇല്ലെങ്കിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ, ഇല്ലെങ്കിൽ പെപ്പർമെൻറ്റ് ഓയിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള കറിയിൽ ഇടുന്നതല്ല പൊടിച്ചിട്ടുള്ള ടെർമറിക് ഇടാം. പിന്നെ ഓവർ ദ കൗണ്ടർ ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന വിക്സ് ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ കാർവോൾ പ്ലസ് എന്ന് കിട്ടും. ഇതൊക്കെ സിമ്പിൾ ഓവർ ദ കൗണ്ടർ വീട്ടിൽ പെട്ടെന്ന് പറ്റുന്ന സാധനം. ഇപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഗാർലിക് ഇല്ലേ, ഗാർലിക്കിൽ ഒരു പീസ് ഇല്ലെങ്കിൽ 2 പീസ് വായിക്കകത്ത് ചവച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം ഇറക്കാം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പോകുന്ന ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് പതുക്കെ കുടിക്കണം. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ 2 എണ്ണം പറഞ്ഞുതരാം സിമ്പിളായിട്ട്. ഒരെണ്ണം ഈ ഗാർലിക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അതിൻ്റെ എസൻസ് മാത്രം എടുക്കാം. അതിൽ ആ എസൻസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഹണി ഇടുക. അത് കുറച്ച് ഇളം ചൂട് കുടിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കാട്ടി കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ ഗാർലിക്കിൻ്റെ എസൻസ് എടുത്തിട്ട് അതിനകത്ത് സിനമോൺ കുറച്ച് ഇട്ടിട്ട് പിന്നെ പെപ്പർ കുറച്ച് ഇട്ടിട്ട് ഹണിയും കൂടെ ഇട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളം ചൂടിൽ കുറച്ചായിട്ട് കൊണ്ടിരിക്കുക. ഒരു ദിവസത്തിൽ 1 ഗ്ലാസ് തന്നെ മതിയാവും. പക്ഷെ ഇളം ചൂടായിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ തണുപ്പ് ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ AC കംപ്ലീറ്റ് ഇരിക്കാൻ പാടില്ല. ഒരുപാട് ഓയിലി ഫുഡ്സോ എരിവുള്ള ഫുഡ്സോ എടുക്കാൻ പാടില്ല. ഇത്രയും ചെയ്യുവാണെങ്കിൽ ആ ലാരിഞ്ചൈറ്റിസ് നമുക്ക് സുഖമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമസ്കാരം.